വെൽക്കം ടു ഫാഷൻ ഡോട്ട് ചാനൽ. നമ്മളുടെ ടൈലറിംഗ് കാർഡ് സോഫ്റ്റ്വെയറിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയി പ്രിൻസസ് കട്ടിൽ മാത്രം 8 ഷേപ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഷേപ്സ് ഏതെല്ലാമാണെന്നാണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഷേപ്പ് എ നോക്കുകയാണെങ്കിൽ നമ്മളുടെ നെക്ക് പാറ്റേൺ വിത്ത് ഈ പോർഷൻ കാണുന്നില്ലേ, ആ വിത്ത്, അതുപോലെ നമ്മളുടെ ആം പാർട്ട് വിത്ത്, ഇത് രണ്ടും നമ്മളുടെ സ്റ്റൈലിനനുസരിച്ച് കസ്റ്റമൈസേഷൻ ചെയ്തിരിക്കുകയാണ്. സോ ഓരോ ഷോപ്പ് ഓണേഴ്സും ഏത് തരത്തിലുള്ള ഫിറ്റിംഗ്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഷേപ്പ് നമ്മൾക്ക് ഡീഫോൾട്ടായി വെക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഷേപ്പ് എ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഔട്ട്പുട്ട് എങ്ങനെ വരുന്നു എന്ന് നോക്കാം. സോ ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് ആൻഡ് ഫ്രണ്ട് പോർഷൻ രണ്ടും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫിറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇതിനായുള്ള നോച്ചസ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ആം പോർഷൻ ആൻഡ് നെക്ക് പോർഷൻ ഇത് മാത്രം എടുത്ത് എക്സാക്റ്റായി നോച്ചസ് മാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ ആം പോർഷൻ സൈഡ് നിങ്ങൾക്കൊരു 1/4 ഇഞ്ച് എക്സസായി വരും. അത് നമ്മുടെ ആം കർവ് വരുമ്പോൾ കട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ പെർഫെക്റ്റ് ആയ ഷേപ്പിൽ വരും. എക്സസ് പോയിന്റ് മാത്രം നമ്മൾ ക്രോപ്പ് ചെയ്താൽ മതി. താഴെ ബോട്ടം ഹൈറ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 0.5 ഇഞ്ച് മാത്രം. ഇത് നിങ്ങൾക്ക് മെറ്റീരിയൽ ഡിഫറൻസ് വരുന്നതുകൊണ്ട് ആ ഒരു പോയിന്റ് അലൗൺസ് മാത്രം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഷേപ്പ് എന്റെ ഡിഫറൻസ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അറിയാം, ബാക്ക് പോർഷൻ്റെ മേലെ ഫ്രണ്ട് പോർഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് ഹൈറ്റ് മാച്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാം. നോച്ചസിൻ്റെ കൂടെ നോച്ചസ് വയ്ക്കുമ്പോൾ ഈ പോർഷൻ ഇവിടെ നോക്കിയാൽ അറിയാം, ബോട്ടം കർവ് കറക്റ്റായി ഫോൾഡിംഗ് പോർഷൻ അലവൻസിലായിരിക്കും. ഇതിൽ നമ്മൾ 1 ഇഞ്ച് ബെൽറ്റ് വെക്കണോ അല്ലെങ്കിൽ നോർമൽ ഫോൾഡിംഗ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. സോ ഷേപ്പ് 8 വരെയും നമ്മളുടെ സ്റ്റിച്ചിങ് മെത്തേഡ് എങ്ങനെയാണെന്ന് ക്ലിയർ ആയി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.